ദൈനംദിന ജീവിതത്തിൽ ഇന്ന് പറയുന്നത് ഒരു സാധാരണ പദം ആണ്. വാതിൽ പുറപ്പാട് എന്നാണ് ആ പദം. ഇതിപ്പോ കേൾക്കുമ്പോ എന്താണ് ഈ വാതിൽ പുറപ്പാട് എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം. ഒരു 50 കൊല്ലം മുമ്പാണ് ഇത് പറഞ്ഞെങ്കിൽ അതറിയാത്തവരില്ല. വാതിൽ പുറപ്പാട് എന്ന് അറിയാത്തവരുണ്ടോ? കാലം മാറി, ഇപ്പൊ വാതിൽ പുറപ്പാടും ഇല്ല. എന്താണ് വാതിൽ പുറപ്പാട് എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ജനനം വീട്ടില്, വിവാഹം വീട്ടില്, മരണവും വീട്ടില്. കാലം മാറി, ജനനം വീട്ടിലല്ല, വിവാഹം വീട്ടിൽ വെച്ചല്ല, മരണം ആശുപത്രിയില്, ഒക്കെ മാറി. കാലം മാറുമ്പോ ഗർഭിണിയാവുക എന്ന് പറഞ്ഞപ്പോ എന്താണ്? പേഷ്യൻ്റാണ് ഗർഭിണി. സ്ത്രീകൾ പ്രസവിച്ചിരുന്നത് അവരുടെ വീട്ടിലാണ്, ഭർത്താവിന്റെ വീട്ടിലായിരിക്കും പ്രസവിക്കുക. എന്റെ മാതാവ് 8 പ്രസവിച്ച ഒരു സ്ത്രീയാണ്. 8 മക്കളും താരതമ്യേന നല്ല രീതിയിൽ വന്നു. മിക്കവാറും എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെയായി. അതിനാണല്ലോ കേമം നമ്മൾ പറയാം. ആശുപത്രി കൊണ്ടൊന്നുമില്ല. ആശുപത്രിക്ക് പോണെങ്കിലേ ആശുപത്രി കൊണ്ട് സാധനം വേണ്ടേ? ഇല്ല. ഞാനൊക്കെ മുതിർന്നതിന് ശേഷമാണ് പട്ടാമ്പിയെ പോലുള്ള സ്ഥലത്ത് ആശുപത്രി വരുന്നത്. ക്രമേണ എല്ലാം വീടിന്റെ പുറത്ത് ആയി. ഈ വീട്ടിൽ ജനിച്ച കുട്ടികള് കുറെ ദിവസം കഴിയുമ്പോൾ കുട്ടികൾക്ക് ആദ്യം ഒരു പരിഭ്രമം കാണും. കാര്യം എന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവായിട്ട് കിടക്കുന്നതെന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലേക്കാണല്ലോ അവര് വരുന്നത്. ഓരോ ശബ്ദവും അവരെ അത്ഭുതപ്പെടുത്തുകയാണ്, ഓരോ കാഴ്ചയും. അതിനു മുമ്പുള്ള ജീവിതം വെച്ച് ആ കുട്ടി ജനനാവസ്ഥയിലുള്ള കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാണുന്നൊക്കെ അത്ഭുതം. നിറങ്ങൾ, അത് നിറങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന് മനസ്സിലാവില്ല. അങ്ങനെ അടഞ്ഞ് അമ്മയുടെ കൂടെ കിടക്കുന്നു. അതിനുശേഷം ഒരു ദിവസം ഈ കുട്ടിയെ വീടിന്റെ പുറത്തേക്ക് കൊണ്ടുപോകും. ആ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ പേരാണ് വാതിൽ പുറപ്പാട്. ഇന്ന് കുട്ടി വീട്ടിലല്ല ജനിക്കണമെന്നുള്ളതുകൊണ്ട് ഇന്ന് വാതിൽ പുറപ്പാട് എന്നൊരു ചടങ്ങ് തന്നെ ഇല്ല. ഈ കുട്ടി എടുത്ത് വരുമ്പോ കുട്ടി ആദ്യം കാണുന്നത് വാതിലാണ്. ഏറ്റവും വലിയൊരു വസ്തു ഈ വാതിലാ വിചാരിക്കും. അതുവരെയും കുട്ടി അവിടെ കിടക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു വാതിലായിരുന്നു. വാതിൽ എന്ന് പേര് വരാൻ കാരണം, ആ പേര് എങ്ങനെ വന്നു എന്ന് അറിഞ്ഞാൽ തന്നെ വാതിലുകളെ വേണ്ടുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടും. വീട് പണിത ദിവസം വാതിൽ അടച്ചിടും. പിന്നീട് ആ വാതിൽ തുറക്കലില്ല. എത്രയോ കാലം കഴിഞ്ഞിട്ട് ആ പെര പൊളിക്കണ സമയത്തായിരിക്കും വാതില് പൊളിക്കുക. അങ്ങനത്തെ വാതിലുകളുണ്ട്. എൻ്റെ വീട്ടിലൊരു 2-3 ജനവാതിൽ അപൂർവം മാത്രം തുറക്കേണ്ടതാ. ബാക്കിയൊക്കെ പലപ്പോഴും തുറന്നിടും. ഇപ്പൊ സന്ധ്യക്കൊക്കെ അടച്ചിടണം, അകത്തേക്ക് കൊതു കയറും എന്നുള്ളതുകൊണ്ട്. വാതിൽ എന്ന് പേര് വരാൻ കാരണം വീടിന്റെ അകത്തേക്ക്
കാറ്റ് വരാൻ വേണ്ടിയാണ്, അതിഥികൾ വരാൻ വേണ്ടിയാണ്. വാ ഇതിലേ, ഇതാണ് വാതിൽ. ഒരു അതിഥി വന്നു, വാതിൽ തുറന്നു. ഇതിന് വാതിൽ എന്ന് പേരിട്ടത് വാ ഇതിലേ എന്ന്. വീടിൻ്റെ അകത്തേക്ക് കാറ്റ് കയറണം. വാതിലാണ് നമ്മൾ ആദ്യം കാണുന്നത്. പക്ഷേ വാതിൽ തുറന്നാൽ ഈ കുട്ടിയെ ആകാശം കാണിക്കും. ഇതിന്റെ പേരാണ് വാതിൽ പുറപ്പാട്. പ്രപഞ്ചത്തില് ആദ്യമുണ്ടായത് ആകാശമാണ്. അതിനു മുമ്പ് സൗണ്ട് ഇല്ലേന്ന് ചോദിക്കാം. ഉണ്ട്. ശബ്ദത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത്. ആകാശ തന്മാത്രയാണ് ശബ്ദം. ഓങ്കാരം അതിന് മുമ്പേ ഉണ്ട്. ആ കൂട്ടണം ഊ കൂട്ടണം മ സമം ഊ. ഈ ആകാശം ഈ കുട്ടി നേത്രങ്ങളെ കൊണ്ട് കാണുന്നു. എല്ലാവരും വന്നത് ആകാശത്തിൽ നിന്നാണ്. ഏറ്റവും വെയിറ്റുള്ള വസ്തുക്കൾ നിൽക്കുന്ന അവിടെയാണ്. ഇപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാ അത് അലമാറയിലാ വെക്കുക, അത് ഒരിടത്ത് കൊണ്ടുപോയിട്ട് പ്രത്യേകം കൊണ്ടുപോയി വെക്കണം. ഈ ഭൂമി, ഈ ലോകം, ഈ സമുദ്രം, ഇത് മുഴുവൻ നിൽക്കുന്നത് സ്പേസിലാണ്. ഈ മഹാകാശം, ഈ മഹാസമുദ്രങ്ങള് എല്ലാം ചോർന്ന ഭൂമിയെ ബ്രഹ്മാണ്ടം എന്ന് ആദ്യമേ വിളിച്ചല്ലോ. അണ്ഡരൂപത്തിലാണ് ബ്രഹ്മം എന്നുള്ളത് കൊണ്ടാണ് ബ്രഹ്മാണ്ടം എന്ന് വിളിച്ചത്. അതിനുശേഷം ഭൂമിയുടെ രൂപം എന്നതൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ ആചാര്യന്മാർ ആദ്യമേ പറഞ്ഞു ബ്രഹ്മാണ്ടം. അത് നിൽക്കുന്ന എവിടെയാണ്? സ്പേസ്. വളരെ ഭാരമുള്ളതൊക്കെ നിൽക്കുന്നത് സ്പേസിലാണ്. ബാക്കിയൊന്നും നിൽക്കുകയില്ല. അത് ഈ കുട്ടി കാണണം. അത് കണ്ടതിന് ശേഷം ആകാശത്തിന് ശേഷം ആദ്യം ആകാശമുണ്ടായി, പിന്നെ വായു ഉണ്ടായി. ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങണു, പല ഗന്ധവും ശ്വസിക്കുന്നു. ആ ഗന്ധത്തിലൂടെയാണ് കുട്ടിയൊക്കെ അറിയണത്. നമ്മളും അങ്ങനെയാണ് അറിയണത്. ആ വിവരം നമുക്ക് അറിഞ്ഞുകൂടാന്ന് മാത്രം. ഓരോ സ്ഥലത്തിനും ഗന്ധമുണ്ട്. നാം അറിയുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു ഗന്ധം ഉണ്ട്. ഗന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല. ആ ഗന്ധമാണ് നമ്മളെ ആകർഷിക്കുന്നത്. അവരുടെ മനസ്സിന് പരിവർത്തനം വരും. പരിവർത്തനം വരുമ്പോൾ അവരുടെ ഗന്ധത്തെ ബാധിക്കും. നമ്മൾ അവരോട് തെറ്റും. തെറ്റാൻ ഒരു കാരണവും വേണ്ട. ഇത്ര കാലങ്ങൾ വലിയ ലോകത്തിലായിരുന്നു, ഇപ്പം എന്താ തെറ്റിയെ? അത് ഇന്നലെ അയാൾ വന്നിട്ട് ഗേറ്റിന്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കത് ഇഷ്ടമായില്ല. അതിനു മുമ്പ് അതിനേക്കാൾ വലിയ വർത്താനം പറഞ്ഞിട്ടില്ലേ? അപ്പോഴോ ഇതൊക്കെ ഒരു കാരണമാണ്. ഇതുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. മനസ്സ് മലിനപ്പെടുമ്പോൾ ഗന്ധത്തിന് മാറ്റം വരും. ഈ കുട്ടി അവിടം തൊട്ടിട്ട് മനസ്സിലാക്കി തുടങ്ങുകയാണ്. ആകാശം, വായു, അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ തീയെന്ന് മാത്രമല്ല, രൂപമുണ്ടാവണമെങ്കിൽ അഗ്നി ഉണ്ടാകണം. അഗ്നി ഇല്ലാത്ത രൂപം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അഗ്നി ദേവൻ എന്ന് വിളിക്കാൻ കാരണം. അഗ്നി ദേവൻ എന്ന് പറഞ്ഞാൽ ആദ്യം അഗ്നിയാണ് ഉണ്ടായത്. അഗ്നി ഉണ്ടായപ്പോഴാണ് രൂപം വന്നത്. ഈ വാതിൽ പുറപ്പാട് കഴിഞ്ഞ കുട്ടി ക്രമേണ മനസ്സിലാക്കുന്നു, രൂപം, അരൂപം,
രൂപാരൂപം എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ശിവതത്വം നഷ്ടപ്പെടുമ്പോൾ പ്രപഞ്ചത്തിലെല്ലാം നഷ്ടപ്പെടും. അതിന് രൂപമുണ്ട്. ശിവന്റെ രൂപം നമ്മൾ കാണുന്നതാണ് ശിവൻ. ചിദംബരത്ത് നടരാജൻ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലെ ശിവൻ ഏത് സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവൻ അവിടെ ഡാൻസ് ചെയ്യാണ്. ഞാനിത് പറയുമ്പോൾ എന്നിലെ ശിവൻ നൃത്തം ചെയ്യാണ്. അടുത്ത വരി എന്ത് വരണമെന്ന് നോക്കാം. ചിദംബരത്ത് 3 ഉണ്ട്. രൂപം നടരാജൻ, രൂപാരൂപം. രൂപമുണ്ടേനും രൂപല്ലേനും. എന്നാ രൂപാണോ? അതുമല്ല. അതിനെ പ്രതീകവൽക്കരിക്കുന്നു. ലിംഗം എന്ന് പറഞ്ഞാൽ പ്രതീകമാണ്. അതാണ് ശിവലിംഗം. നടരാജ നൃത്തത്തിന്റെ കണ്ടു രൂപം. രൂപാരൂപം നമ്മളിവിടെ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിദംബര രഹസ്യം. ആ ചിദംബര രഹസ്യത്തിന് പണ്ട് ഞാൻ ആദ്യം പോയ കാലം മുതലേ 100 രൂപ ടിക്കറ്റ് ഉണ്ട്. ഇപ്പൊ കൂടിയെന്ന് പറഞ്ഞുകൂടാ. പണ്ട് ഇങ്ങനെ ടിക്കറ്റ് വെച്ചിട്ടുണ്ടാവില്ല. അവിടെ എന്താ കാണാനുള്ളത് അറിയോ? ഭൗതിക ഭാഷ പറഞ്ഞ ഒന്നും കാണാനില്ല. ശൂന്യത കാണാനാ പോണത്. ശൂന്യത. ഇതിലേക്ക് ഒരു കുട്ടി എത്തണം. ഇതിലേക്കെത്താൻ ഇങ്ങനെ തന്നെയല്ല, ഏത് രീതിയിലാണെങ്കിലും ചിദംബരത്തേക്ക് എത്തിക്കാവുന്നല്ല ഇപ്പൊ ഈ പറഞ്ഞതിനർത്ഥം. ആ കുട്ടിയുടെ പ്രയാണം വാതിൽ പുറപ്പാട് മുതൽക്ക് തുടങ്ങുകയാണ്. വലിയ അർത്ഥതലങ്ങളാണ് വാതിൽ പുറപ്പാട് എന്നുള്ള പദത്തിനുള്ളതെന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.